നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇസ്രയേൽ യുഎസ് സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു. ഖമേനി ഇനി ഇല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിലെ ജനങ്ങൾക്ക് നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള വലിയ അവസരമാണിതെന്നും ഡൊണാൾഡ് ട്രംപ്. ഖമേനിയുടെ മരണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിലെയും മിഡിൽ ഈസ്റ്റിലെയും യുഎസ് സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ വിപുലമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ 27 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം. ഇസ്രായേൽ സൈനിക ആസ്ഥാനം ആക്രമിച്ചതായി ഇറാൻ. പശ്ചിമേഷ്യയിലെ 27 യുഎസ് സൈനിക കേന്ദ്രങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി 6ാമത്തെ ആക്രമണ പരമ്പരയാണെന്ന് IRGC. ഇസ്രായേലിലെ ടെൽ അവീവ് നോഫ് എയർബസ് ഹാരിക്കലിൽ ഇസ്രായേൽ ആർമിയുടെ കമാൻഡർ ആസ്ഥാന കേന്ദ്രം, പ്രതിരോധ വ്യവസായ സമുച്ചയം എന്നിവയും ആക്രമിച്ചു ഇറാൻ. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തെ പിന്തുണയ്ക്കാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾ ബ്രിട്ടൻ പങ്കെടുക്കില്ലെന്നും സ്റ്റാമർ. മേഖലയിൽ UK സൈനിക വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എങ്കിലും അത് പ്രതിരോധ നടപടി മാത്രമാണെന്നും പ്രധാനമന്ത്രി. ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് തുറന്നു പറയണമെന്നും ഇടതുപക്ഷം. ട്രംപിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് വലതുപക്ഷം. കോവിഡ് മഹാമാരിക്ക് ശേഷം ബ്രിട്ടനിലെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടും ജനങ്ങളുടെ ജീവിത തൃപ്തിയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്ത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ വ്യക്തിഗത ക്ഷേമ സർവേ അനുസരിച്ച് ശരാശരി ജീവിത തൃപ്തി കോവിഡ് മുമ്പുണ്ടായിരുന്ന ഉയർന്ന നിലയിലെത്താനായിട്ടില്ല എന്ന് റിപ്പോർട്ട്. ടെക്സസിലെ നിർണായകമായ ഡെമോക്രാറ്റിക് സെനറ്റ് പ്രൈമറി കോൺഗ്രസ് അംഗം ജാസ്മിൻ ക്രോക്കറ്റിനെ പിന്തുണച്ച് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. മാർച്ച് 3 ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി ക്രോക്കറ്റ് വോട്ട് അഭ്യർത്ഥിച്ചുള്ള കമലയുടെ ഫോൺ സന്ദേശം പുറത്ത്. ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും നിലയ്ക്ക് നിർത്താൻ ക്രോക്കറ്റിന് സാധിക്കുമെന്നും കമല ഹാരിസ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ ഷിയ വിഭാഗം നേതാക്കൾ. 3 ദിവസത്തെ ദുഃഖാചരണമെന്ന് ഷിയ നേതാവ് മൗലാന സയ്യിദ് ഖൽബത് ജവാദ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പരമപ്രധാനമായ പരിഗണന നൽകുന്നതിനാണ് തീരുമാനമെന്ന് എയർ ഇന്ത്യ. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രവേശിച്ച പാകിസ്ഥാൻ ഡ്രോണിന് നേരെ കരസേന വെടിയുതിർത്തു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 2ാം തവണയാണ് അതിർത്തിയിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. ഡ്രോൺ വഴി ആയുധങ്ങളോ ലഹരിമരുന്നോ താഴെയിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൈന്യം പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിൽ അതൃപ്തി അറിയിച്ച് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. മട്ടന്നൂരിൽ നിന്നും തന്നെ മാറ്റിയത് എന്തിനെന്നും 2 തവണ മത്സരിച്ചവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടല്ലോ എന്നും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെ മത്സരരംഗത്തു നിന്നും മാറ്റി നിർത്തില്ല എന്ന് CPM. KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് സ്ഥാനാർത്ഥി. വാർത്തകൾ വിശദമായി. ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണവുമായി ഇറാൻ മാധ്യമങ്ങളും. ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു. ഖമേനിയുടെ മരുമകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖമേനി കൊല്ലപ്പെട്ടതായി ഇസ്രായേലും അമേരിക്കയും അവകാശപ്പെട്ടിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ വ്യക്തികളിൽ ഒരാളായ ഖമേനിയെ വധിച്ചതായും ഇത് ഇറാനിലെ ജനങ്ങൾക്ക് നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള വലിയ അവസരമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സമാനമായ സൂചനകൾ നൽകി. ഖമേനി ഇനി ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഖമേനിയുടെ കൊട്ടാരം തകർക്കപ്പെട്ടതായും വെളിപ്പെടുത്തി. ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തതായി ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. ഖമേനിയുടെ മരണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങൾക്കും നേരെയും ഇറാൻ വിപുലമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചു. ഖമേനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ 27 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇസ്രായേലിലെ ടെൽ അവീവിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബുദാബി, ദോഹ, മനാമ തുടങ്ങിയ ഗൾഫ് നഗരങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചരിത്രത്തിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ശക്തിയോടെ അമേരിക്ക ആക്രമിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനം ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. ഇറാൻ ആക്രമണത്തിന്റെ ചിത്രങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് പൗരന്മാരോടും ഇസ്രായേൽ ആവശ്യപ്പെട്ടു. അറിയിപ്പ് ലഭിക്കുന്നതുവരെ ബങ്കറുകൾ തുടരണമെന്ന് നിർദ്ദേശവും ശക്തം. പശ്ചിമേഷ്യയിലെ 27 US സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി 6ാമത്തെ ആക്രമണ പരമ്പരയാണ് തങ്ങൾ നടത്തുന്നതെന്ന് IRGC പറഞ്ഞതായും ഇറാൻ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
ഇസ്രയേലിലെ ടെൽ നോഫ് എയർബേസ്, ഹാക്കിരിയയിലെ ഇസ്രയേൽ ആർമിയുടെ കമാൻഡർ ആസ്ഥാന കേന്ദ്രം, അതേ നഗരത്തിലെ തന്നെ പ്രതിരോധ വ്യവസായ സമുച്ചയം എന്നിവയെല്ലാം ആക്രമിച്ചതായി IRGC അറിയിച്ചതായും റിപ്പോർട്ട്. ഇറാൻ കടുത്ത പ്രഹരവും തിരിച്ചടിയും നൽകുമെന്നും IRGC ആവർത്തിച്ചു. US-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിനെയും അമേരിക്കയും വെറുതെ വിടില്ല എന്നും പ്രതികാരം ചെയ്യുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഓഫ് വ്യക്തമാക്കിയിരുന്നു. മനുഷ്യരാശി കണ്ട ഏറ്റവും ക്രൂരന്മാരായ ഭീകരരുടെയും കൊലയാളികളുടെയും കൈകളിലാണ് മകാനായ നേതാവ് ഖമേനി രക്തസാക്ഷിത്വം വരിച്ചത്. അത് ആ നേതാവിന്റെ ആത്മാർത്ഥമായ സേവനങ്ങളുടെ തെളിവ് കൂടിയാണെന്നും ഇറാൻ പ്രതികാരം ചെയ്യും, അവരെ വെറുതെ വിടില്ല എന്നും IRGC വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സൂക്ഷ്മമായ നയതന്ത്ര നിലപാടിലാണ്. ഇടതുപക്ഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് തുറന്നു പറഞ്ഞത് അപലപിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വലതുപക്ഷം ട്രംപിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നു. ഇറാഖ് യുദ്ധത്തിന്റെ അനുഭവങ്ങൾ മറക്കാത്ത ലേബർ പാർട്ടിക്ക് മധ്യപൂർവേഷ്യയിലെ സൈനിക ഇടപെടൽ ഇപ്പോഴും രാഷ്ട്രീയ അതിസൂക്ഷ്മ വിഷയമാണ്. മേഖലയിൽ ബ്രിട്ടീഷ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ UK സൈനിക വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എങ്കിലും അത് അന്താരാഷ്ട്ര നിയമ പരിധിക്കുള്ളിലെ പ്രതിരോധ നടപടി മാത്രമാണെന്നും അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ ബ്രിട്ടൻ പങ്കെടുത്തിട്ടില്ല എന്നും സ്റ്റാമർ വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതിൽ സ്റ്റാമർ മുൻപും തടസ്സം സൃഷ്ടിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾ ആശങ്കയാണ് കാരണമെന്നായിരുന്നു സൂചന. ടെലിവിഷൻ പ്രസ്താവനയിൽ ഇറാനിലെ ഭരണകൂടത്തെ മൂല്യബോധമില്ലാത്തതും അമാനുഷികവുമായ ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ആയിരക്കണക്കിന് സ്വന്തം പൗരന്മാരെ കൊന്നതും പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തതും പ്രദേശത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചതും ചൂണ്ടിക്കാട്ടി. ബ്രിട്ടനിലേക്ക് നേരിട്ട് ഭീഷണിയുണ്ട് എന്നും ആരോപിച്ചു. എന്നാൽ ട്രംപിന്റെ ആക്രമണ തീരുമാനം തുറന്നു പിന്തുണച്ചില്ല. ആയുധ പരിപാടികൾ ഉപേക്ഷിച്ച് അക്രമവും അടിച്ചമർത്തലും അവസാനിപ്പിക്കണമെന്നും ഇറാനോട് സ്റ്റാമർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണകൂട മാറ്റത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ നിലപാട് ആവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വൈറ്റ് ഹൌസുമായുള്ള ബന്ധം സംരക്ഷിക്കാനായി സ്റ്റാമർ വീണ്ടും നയതന്ത്ര ചരട് നീക്കത്തിലാണ്. ചാഗോസ് കരാറും ബ്രിട്ടീഷ് താവളങ്ങളുടെ ഉപയോഗ നീരസവും പശ്ചാത്തലമായിരിക്കെയാണ് ട്രംപിൽ നിന്ന് ലഭിച്ച ഫോൺ വിളി ഡൌണിംഗ് സ്ട്രീറ്റിന് ആശ്വാസമായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് സാഹചര്യം, മേഖലയിൽ UK സൈന്യം നടത്തുന്ന പ്രതിരോധ നടപടികൾ എന്നിവ ചർച്ചയായതിന് മാത്രമായാണ് ഔദ്യോഗിക വിശദീകരണം. വേലിക്കുമീതെ ഇരിക്കുന്ന എന്ന കൺസർവേറ്റീവ് വിമർശനത്തിനെതിരെ മനുഷ്യാവകാശ അഭിഭാഷകനായിരുന്ന സ്റ്റാമർ നിയമ നൈതിക ചോദ്യങ്ങളും സൈനിക ഇടപെടലുകളുടെ അനിശ്ചിത പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ വഴി തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇംഗ്ലണ്ടിൽ NHSന് പുറത്തേക്ക് സ്വകാര്യമായി സേവനം ചെയ്യുന്ന കുടുംബ ഡോക്ടർമാരുടെ എണ്ണം വേഗത്തിൽ ഉയരുന്നതായി കെയർ ക്വാളിറ്റി കമ്മീഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025 അവസാനം വരെ കഴിഞ്ഞ 5 വർഷത്തിനിടെ 1238 പുതിയ ഇൻഡിപെൻഡന്റ് കൺസൾട്ടിംഗ് ഡോക്ടർമാർ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിന് മുൻപത്തെ 5 വർഷത്തിൽ ഇത് 396 മാത്രമായിരുന്നു. ഇൻഡിപെൻഡന്റ് കൺസൾട്ടിംഗ് ഡോക്ടർമാരുടെ എണ്ണത്തിൽ 212% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2024 മുതൽ 2025 വരെ മാത്രം 58% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. ലെയിങ് ബ്യൂൺസൺ റിപ്പോർട്ട് അനുസരിച്ച് 2024 GP കൺസൾട്ടേഷനുകൾ 13% സ്വകാര്യമായിരുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് ഇത് 3% മാത്രമായിരുന്നു. സെപ്റ്റംബർ 2025 നിലവാരത്തിൽ 6229 NHS GP പ്രാക്ടീസുകൾ പ്രവർത്തിക്കുന്നു. എക്സസിലെ സാഫ്രൻ വാൾഡനിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ എവോൺ ഗിർഗീസ് ഹന്ന പറയുന്നു, പൂർണ്ണകാല NHS GP തുടരാൻ കഴിയില്ല എന്നും ഒരു ദിവസം 30 നേരിട്ടുള്ള സന്ദർശനങ്ങളും ഫോൺ കോളുകളും പേപ്പർ വർക്കും കഴിഞ്ഞാൽ ക്ഷീണം താങ്ങാനാകില്ല എന്നും 20 മിനിറ്റ് 129 പൗണ്ട് മുതൽ ഫീസ് ഈടാക്കുന്ന സ്വകാര്യ കൺസൾട്ടേഷനുകളിൽ 1 മണിക്കൂർ വരെ സമയം നൽകാനാകുന്നതാണ് രോഗികൾക്ക് ആകർഷണം. വാർഷികമായി ഓരോ രോഗിക്കും ഏകദേശം 120 പൗണ്ട് ബഡ്ജറ്റിൽ 20 മുതൽ 30 തവണ എത്തുന്നവരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ NHSലെ സമ്മർദ്ദം വൻതോതില എന്നതാണ് അവരുടെ വിലയിരുത്തൽ. ഹെഡ്ഫോർഡ്ഷെയറിലെ ലെച്ചർ ഫാർമസിയിൽ സ്വകാര്യമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ കരൻ ബെൻസിൻ പറയുന്നത്, ഇടവിടവില്ലാത്ത തടസ്സങ്ങളില്ലാതെ കൂടുതൽ ശാന്തമായ അന്തരീക്ഷത്തിൽ രോഗികളെ കാണാനാകുന്നത് വലിയ ആശ്വാസമെന്നാണ്. രോഗികളിൽ പലരും ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുന്നതും ഓരോ തവണയും വ്യത്യസ്ത ഡോക്ടർമാരെ കാണേണ്ടി വരുന്നതും അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. 51-കാരിയായ വാനസ റവാസോട്ട് NHS അപ്പോയിന്റ്മെന്റ് വൈകിയതോടെ രോഗം മൂർച്ഛിച്ചു എന്ന് പറയുന്നു. 85-കാരനായ അയൻ മില്ലർക്ക് പരിചിതനായ ഡോക്ടറുമായി കൂടുതൽ സമയം സംസാരിക്കാൻ കഴിയുന്നതാണ് സ്വകാര്യ ചികിത്സ തിരഞ്ഞെടുക്കാൻ കാരണമായത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. NHSൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം പല ഡോക്ടർമാരെയും സ്വകാര്യ പ്രവർത്തനത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുകയാണ് എന്നും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ ഒലിവർ ഡെന്റൺ അഭിപ്രായപ്പെടുന്നു. കൂടുതൽ രോഗികൾ സ്വകാര്യ ചികിത്സ തേടുന്നത് NHS ജനറൽ പ്രാക്ടീസ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും നൽകുന്നുണ്ട്.
കോവിഡ് മഹാമാരിക്ക് ശേഷം ബ്രിട്ടനിലെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടും ജനങ്ങളുടെ ജീവിത തൃപ്തിയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ വ്യക്തിഗത ക്ഷേമ സർവേ പ്രകാരം ശരാശരി ജീവിത തൃപ്തി കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഉയർന്ന നിലയിലെത്താനായിട്ടില്ല എന്ന വസ്തുതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2021 മുതൽ വ്യക്തിപരമായി GDP ഉയർന്നു എങ്കിലും 2025 മൂന്നും നാലും പാദങ്ങളിൽ GDP ഓരോ വ്യക്തിക്കും കുറവായിരുന്നു. ഇതോടൊപ്പം സർക്കാരിനോടുള്ള വിശ്വാസവും താഴ്ന്ന നിലയിൽ തന്നെയാണ്. 2025 ഡിസംബർ മുതൽ 2026 ജനുവരി വരെ ഗ്രേറ്റ് ബ്രിട്ടനിലെ വെറും 21.9% മുതിർന്നവരാണ് സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിച്ചത്. കോവിഡ് കാലഘട്ടമായ 2020-21 ജീവിതത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയവരുടെ എണ്ണം കുത്തനെ ഉയർന്നു. 2021 ആദ്യ 3 മാസങ്ങൾ 16 വയസ്സിന് മുകളിലുള്ളവരിൽ 6.4% പേരാണ് ജീവിതത്തിൽ വളരെ അസംതൃപ്തി ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയത്. 9 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത്. തുടർന്ന് ഈ നിരക്ക് കുറഞ്ഞുവെങ്കിലും ഏകദേശം 5% നിരക്കിൽ തന്നെ തുടരുകയാണ്. 2025 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 5.1% പേർ ഇപ്പോഴും വളരെ അതൃപ്തരാണ് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 45 മുതൽ 64 വയസ്സ് വരെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ അസന്തുഷ്ടർ. 30 മുതൽ 34 വയസ്സ് വരെയുള്ളവർ ഏറ്റവും കുറഞ്ഞ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വളരെ ഉയർന്ന ജീവിത തൃപ്തി രേഖപ്പെടുത്തിയവരുടെ വിഹിതം 2024 ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ 25.5% നിന്നും 2025 അതേ കാലയളവിൽ 26.7% നേരിയ ഉയർച്ചയും രേഖപ്പെടുത്തിയിരുന്നു. കോവിഡ് പ്രതിസന്ധി കാലത്ത് വ്യാജ കോവിഡ് പാസ്പോർട്ടുകൾ അച്ചടിച്ച് വിറ്റതുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ കേസ് ചാർജ് ചെയ്തു. ഹോർഡണിൽ നിന്നുമുള്ള ക്രിസ്റ്റഫർ തോംസൺ, മിഡിൽബറിയിൽ നിന്നുമുള്ള ഷാഹിദ് ഹുസൈൻ, ഡർലിംഗിൽ നിന്നുമുള്ള ഇയാൻ ടൈലർ, അബി ലെക്കോട്സ് എന്നിവരാണ് നാഷണൽ ക്രൈം ഏജൻസി 2022-23 കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. 1168 വ്യാജ കോവിഡ് വാക്സിൻ രേഖകൾ ചമയ്ക്കുകയും അത് പൊതുജനങ്ങൾക്ക് വിറ്റ് 2 ലക്ഷം പൗണ്ടിലേറെ സമ്പാദിക്കുകയും ചെയ്തു എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. വാക്സിൻ എടുക്കണമോ എന്നത് വ്യക്തിപരമായ ഒരു തീരുമാനമായിരുന്നു എങ്കിലും ഹെൽത്ത് കെയർ സിസ്റ്റം ദുരുപയോഗം ചെയ്ത് വാക്സിൻ എടുക്കാത്തവർക്ക് നിയന്ത്രണങ്ങൾ മറികടക്കാൻ സഹായിച്ചത് നിയമവിരുദ്ധമായ പ്രവൃത്തി എന്നായിരുന്നു NCA ഡെപ്യൂട്ടി ഡയറക്ടർ പോൾ ഫോസ്റ്റർ പറഞ്ഞത്. NHS ഇംഗ്ലണ്ടിന്റെ കൗണ്ടർ ഫ്രോഡ് ടീമുമായി ചേർന്നുള്ള അന്വേഷണത്തിലാണ് ഇവർ അറസ്റ്റിലായതെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റം ചാർത്തിയ ഇവരെ തിങ്കളാഴ്ച മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അബദ്ധത്തിൽ അയച്ച ഇമെയിൽ ബ്രിട്ടന് ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയായി മാറിയതായി വെളിപ്പെടുത്തൽ. അഫ്ഗാനിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് സഹായികളായിരുന്ന 10,000-കണക്കിന് അഫ്ഗാൻ പൗരന്മാരുടെയും 100-ലധികം രഹസ്യ പ്രവർത്തകരുടെയും വ്യക്തിഗത വിവരങ്ങൾ പുറത്തായതായാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ വിവരങ്ങൾ താലിബാന്റെ കൈകളിലെത്തിയതോടെയാണ് ബന്ധപ്പെട്ടവരുടെ ജീവൻ ഭീഷണിയിലായത്. ഇവരെ അടിയന്തരമായി ബ്രിട്ടനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അഫ്ഗാനിസ്ഥാൻ റെസ്പോൺസിബിൾ റൂട്ട് എന്ന പ്രത്യേക പദ്ധതി ആരംഭിക്കേണ്ടി വന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കോടികൾ അധികമായി ചെലവഴിക്കേണ്ടി വന്നതായും സർക്കാർ സമ്മതിച്ചു. വിവരച്ചോർച്ചയും അതുമായി ബന്ധപ്പെട്ട വൻ ചെലവും വർഷങ്ങളോളം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ കൺസർവേറ്റീവ് സർക്കാർ സൂപ്പർ ഇൻജക്ഷൻ എന്ന കോടതി വിലക്ക് പ്രയോഗിച്ചതായും വിവരങ്ങൾ വൻ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇതനുസരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് വാർത്ത നൽകുന്നതിൽ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി ജഡ്ജി വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് സംഭവത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിഞ്ഞത്. സർക്കാർ പാർലമെന്റിലും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ആരോപണം ശക്തമായി ഉയർന്നു. അഫ്ഗാൻ പൗരന്മാരുടെ പുനരധിവാസത്തിനായി വിവിധ പദ്ധതികളിലൂടെ 5.5 മുതൽ 6 ബില്യൺ പൗണ്ട് വരെ ചെലവ് വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വിവരച്ചോർച്ച മൂലമുള്ള അധിക ചെലവായി 100 കണക്കിന് മില്യൺ പൗണ്ടുകൾ ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച തുകയുടെ വലിയൊരു പങ്ക് ഈ രഹസ്യ പുനരധിവാസ ചെലവാണെന്നും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നു. കണക്കുകൾ ശരിയായി രേഖപ്പെടുത്താൻ പാർലമെന്റിന്റെ അനുമതി തേടിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം. സംഭവം ബ്രിട്ടനിൽ വൻ രാഷ്ട്രീയ വിവാദമായി തുടരുകയാണ്. അമേരിക്കയിൽ ഭവന വായ്പാ നിരക്കുകൾ കഴിഞ്ഞ 3 വർഷത്തിനിടെ ആദ്യമായി 6% താഴെയെത്തി. ഫെഡറിക് മാക് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 30 വർഷത്തെ ഫിക്സഡ് റേറ്റഡ് മോർഗേജ് ശരാശരി 5.98 കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച 6.01% നിരക്കാണ് ഇപ്പോൾ കുറഞ്ഞ് 2022 സെപ്റ്റംബറിന് ശേഷം ആദ്യമായാണ് നിരക്ക് 6% താഴെ എത്തുന്നത്. നിരക്കിലെ ഈ കുറവ് സാധാരണക്കാരുടെ മാസത്തവണകളിൽ 100 കണക്കിന് ഡോളറുകളുടെ ലാഭം ഉണ്ടാക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞ നിരക്കുകൾ വരാനിരിക്കുന്ന വസന്തകാലത്ത് കൂടുതൽ ആളുകളെ വീട് വാങ്ങാൻ പ്രേരിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ഭരണകൂട ഇടപെടൽ ഭവന വിപണി സജീവമാക്കുന്നതിന്റെ ഭാഗമായി മോർട്ട്ഗേജ് ബോണ്ടുകൾ വാങ്ങാൻ ട്രംപ് ഭരണകൂടം ഫാനി മേ, ഫെഡറിക് മാക് എന്നിവയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കണക്കുകൾ ഇനിയും കുറയാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിലക്കുറവ് വലിയ അവസരമായാണ് ഒരുക്കുന്നത്.
ടെക്സസിലെ നിർണായകമായ ഡെമോക്രാറ്റിക് സെനറ്റ് പ്രൈമറി കോൺഗ്രസ് അംഗം ജാസ്മിൻ ക്രോക്കറ്റിനെ പിന്തുണച്ച് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് രംഗത്ത്. മാർച്ച് 3 ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി ക്രോക്കറ്റിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള കമലയുടെ ഫോൺ സന്ദേശം പുറത്തുവന്നു. ക്രോക്കറ്റിനെ ഒരു പോരാളി എന്ന് വിശേഷിപ്പിച്ച കമല ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും നിലയ്ക്കു നിർത്താൻ ക്രോക്കറ്റിന് സാധിക്കുമെന്ന് സന്ദേശത്തിൽ വ്യക്തമാക്കി. സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് ജെയിംസ് തലരിക്കോയുമായാണ് ക്രോക്കറ്റ് പ്രധാനമായും മത്സരിക്കുന്നത്. കമലയുടെ ഈ പരസ്യ പിന്തുണ ക്രോക്കറ്റിന് വലിയ മുൻതൂക്കം നൽകുമെന്നാണ് വിലയിരുത്തൽ. 2024 കമല ഹാരിസിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ക്രോക്കറ്റിന് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. സെനറ്റ് മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ക്രോക്കറ്റ് കമലയുടെ ഉപദേശം തേടിയിരുന്നു. 2024 പരാജയത്തിന് ശേഷം കമല ഹാരിസ് നേരിട്ട് ഇടപെടുന്ന ഏറ്റവും കടുത്ത മത്സരങ്ങൾ ഒന്നാണിത്. തന്റെ രാഷ്ട്രീയ സ്വാധീനം അളക്കാനുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഇത്. മാധ്യമ പ്രവർത്തകരെ പ്രചരണ പരിപാടികളിൽ നിന്ന് പുറത്താക്കി എന്ന വിവാദം ക്രോക്കറ്റിനെതിരെ നിലനിൽക്കുമ്പോഴാണ് കമല ഹാരിസിന്റെ ഈ ശക്തമായ പിന്തുണ എത്തിയിരിക്കുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.80 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 91.08 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.06 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.55 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ ഷിയ വിഭാഗം നേതാക്കൾ. 3 ദിവസത്തെ ദുഃഖാചരണമാണ് ലക്നൌവിലെ ഷിയ നേതാവ് മൗലാന സയ്യിദ് കാൽബേ ജവാദ് പ്രഖ്യാപിച്ചത്. കടകമ്പോളങ്ങൾ അടച്ചിടണമെന്നും എന്നാൽ മറ്റാരെയും ഇതിനായി നിർബന്ധിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാത്രി 8 മണിക്ക് മെഴുകുതിരിയേന്തി മാർച്ച് നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മനുഷ്യവംശത്തിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ട്രംപും നെതന്യാഹുവും അവരവരുടെ ചരമക്കുറിപ്പ് എഴുതി കഴിഞ്ഞുവെന്നും ദൈവം അവരെ ശിക്ഷിക്കുമെന്നും മൗലാന സയ്യിദ് കാൽബേ ജവാദ് പ്രതികരിച്ചു. ഖമേനിയെ കൊല്ലപ്പെട്ടതിൽ ജമ്മു കാശ്മീരിലും പ്രതിഷേധം. ലാൽ ചൌക്കിൽ ഖമേനിയുടെ ചിത്രവുമേന്തിയാണ് പ്രതിഷേധിച്ചത്. അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒപ്പം നിന്ന നേതാവിനെ രക്തസാക്ഷിയാക്കിയ ഭീരുക്കളാണ്. ട്രംപും നെതന്യാഹുവും സ്വന്തം മരണ വാറന്റിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അല്ലാഹു അവരെ ശിക്ഷിക്കും. ഞങ്ങൾ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. കടകൾ അടച്ചിടണം, പക്ഷേ നമ്മൾ ആരെയും നിർബന്ധിക്കരുത്. ഇത് മനുഷ്യരാശിക്ക് വലിയ നഷ്ടമാണ്. ഇന്ന് രാത്രി 8 മണിക്ക് നമ്മൾ മെഴുകുതിരി കത്തിച്ച് മാർച്ച് നടത്തും എന്നാണ് മൗലാന സയ്യിദ് കാൽബേ ജവാദിന്റെ പ്രതികരണം. ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിലെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുമുള്ള എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പരമപ്രധാനമായ പരിഗണന നൽകുന്നുവെന്നും അത് കണക്കിലെടുത്താണ് തീരുമാനമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. സുരക്ഷാ സാഹചര്യങ്ങൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടായിരിക്കണമെന്നും അതിനനുസരിച്ച് വിമാന സർവീസുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും എയർ ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. മധ്യപൂർവ്വ പ്രദേശത്തെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആ മേഖലയിലെ വിവിധ ഇടങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും മാർച്ച് 1 രാത്രി 11:59 വരെ എയർ ഇന്ത്യ റദ്ദാക്കി. നിലവിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും എയർ ഇന്ത്യ അറിയിച്ചു. ബന്ധപ്പെട്ട അധികൃതരുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. യാത്രക്കാരുടെയും ക്രൂ അംഗങ്ങളുടെയും വിമാനത്തിന്റെയും സുരക്ഷയ്ക്കാണ് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നത്. സാഹചര്യങ്ങൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടായിരിക്കുമെന്നും അതിനനുസരിച്ച് ആവശ്യമായ പ്രവർത്തനപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം ബുദ്ധിമുട്ടിലായ യാത്രക്കാരെ വിവരം അറിയിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും വിമാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനും തുക തിരികെ നൽകുന്നതിനും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകി വരികയാണെന്നും എയർ ഇന്ത്യ കൂട്ടിച്ചേർത്തു. ഇന്ന് പുലർച്ചെ ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രവേശിച്ച പാകിസ്ഥാൻ ഡ്രോണിനു നേരെ കരസേന വെടിയുതിർത്തു. ഡിഗ്വാർ മേഖലയിൽ അല്പനേരം വട്ടമിട്ട് പറന്ന ഡ്രോൺ പിന്നീട് പാക് അധീന കാശ്മീരിലേക്ക് തന്നെ മടങ്ങിപ്പോയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 2ാം തവണയാണ് അതിർത്തിയിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് സൈന്യം വെടിയുതിർക്കുന്നത്. ഞായറാഴ്ച രാവിലെ 6:10ഓടെയാണ് ഡ്രോൺ ഫോർവേഡ് പോസ്റ്റിലെ സൈനികരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ 1 ഡസനിലധികം റൗണ്ട് വെടിയുതിർത്തു എങ്കിലും ഡ്രോൺ രക്ഷപ്പെട്ട് അതിർത്തി കടന്നു. ഡ്രോൺ വഴി ആയുധങ്ങളോ ലഹരി മരുന്നോ താഴേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൈന്യം പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ നടത്തി. ഇറാനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM നേതാവ് M സ്വരാജ്. ലോകം വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങുകയാണ് എന്നും സാമ്രാജ്യത്വത്തിന്റെ യുദ്ധക്കൊതിക്ക് മാനവികതയ്ക്ക് ഭീഷണിയാണ് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇറാനെതിരായ ആക്രമണത്തിന്റെ ആദ്യ മണിക്കൂറുകൾ തന്നെ പുറത്തുവന്ന വാർത്തകൾ ഹൃദയഭേദകമാണെന്ന് സ്വരാജ് ചൂണ്ടിക്കാട്ടി.
പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണവും നിരവധി കുഞ്ഞുങ്ങളുടെ ദാരുണമായ മരണവും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം എല്ലാ യുദ്ധങ്ങളും ആദ്യം ഇല്ലാതാക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും നിസ്സഹായരായ മനുഷ്യരെയുമാണ് എന്ന് ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങളിൽ അത്യധികമായി പരാജയപ്പെടുന്നത് മനുഷ്യനും മനുഷ്യത്വവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിച്ചേക്കുമെന്ന കാരണം പറഞ്ഞാണ് നിലവിലെ ആക്രമണങ്ങൾ അരങ്ങേറുന്നത്. എന്നാൽ ലോകത്തിൽ ആദ്യമായി ആണവായുധം പ്രയോഗിച്ചവരും ഇപ്പോഴും വൻതോതിൽ ആണവ ശേഖരം കൈവച്ചിരിക്കുന്നവരുമായ ശക്തികൾ ഇത്തരമൊരു വാദം ഉയർത്തുന്നത് ക്രൂരമായ ഫലിതമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ളവർ അവരുടെ കൂട്ടാളികളും ഇറാന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ ശത്രുക്കളായി മാറിയിരിക്കുന്നുവെന്നും ഇവർ മനുഷ്യവംശത്തിന്റെ ശത്രുക്കളാണ് എന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനു മുന്നിലും അതൃപ്തി ആവർത്തിച്ച് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. മട്ടന്നൂരിൽ നിന്നും മാറ്റിയത് എന്തിനാണ് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിനു മുന്നിൽ കെ ശൈലജ ചോദിച്ചു. 2 തവണ മത്സരിച്ചവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടല്ലോ എന്നായിരുന്നു കെ ശൈലജയുടെ ചോദ്യം. എന്നാൽ പിന്നെ പേരാവൂർ ആയാലോ എന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങളിലെ ചിലർ ശൈലജയോട് ചോദിച്ചു. അഭിപ്രായം ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടു. മട്ടന്നൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയെ മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തില്ലെന്നാണ് പുതിയ വിവരം. UDFന്റെ കൈവശമുള്ള പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സണ്ണി ജോസഫിനെതിരെ ശൈലജയെ കളത്തിലിറക്കാനാണ് സാധ്യത. നിലവിൽ മട്ടന്നൂർ MLA ആയ ശൈലജയെ മാറ്റി അവിടെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇനി സ്പോർട്സ്. ലാ ലിഗയിൽ തകർപ്പൻ വിജയവുമായി ബാഴ്സലോണ വിയന്നറിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് ബാഴ്സലോണ 1-ാം സ്ഥാനത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. കൗമാരതാരം ലാമിൻ യമാന്റെ ഹാട്രിക് പ്രകടനമാണ് ബാഴ്സയ്ക്ക് മിന്നും വിജയം സമ്മാനിച്ചത്. കോപ്പ് നൗവിൽ നടന്ന മത്സരത്തിൽ 28, 37, 69 മിനിറ്റുകളിലായിരുന്നു യമാലിന്റെ ഗോളുകൾ. സൂപ്പർ താരം റോബർട്ട് ലെവൻസ്ബർഗ് 1 ഗോൾ നേടി പട്ടിക പൂർത്തിയാക്കി. ബിയാറിനായി പാപ്പെ ഗുഗ്വാർ ആശ്വാസ ഗോൾ കണ്ടെത്തി. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ലീഡ് ഉയർത്താൻ അവർക്കായി. 26 മത്സരങ്ങളിൽ നിന്നായി 64 പോയിന്റുമായി ബാഴ്സലോണ 1-ാമതാണ്. 2-ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡ് 25 മത്സരങ്ങളിൽ നിന്നായി 60 പോയിന്റുകളാണ് നേടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു. ഖമേനി ഇനി ഇല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിലെ ജനങ്ങൾക്ക് നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള വലിയ അവസരമാണിതെന്നും ഡൊണാൾഡ് ട്രംപ്. ഖമേനിയുടെ മരണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിലെയും മിഡിൽ ഈസ്റ്റിലെയും US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ വിപുലമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ 27 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം. ഇസ്രായേൽ സൈനിക ആസ്ഥാനം ആക്രമിച്ചതായി ഇറാൻ. പശ്ചിമേഷ്യയിലെ 27 US സൈനിക കേന്ദ്രങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി 6ാമത്തെ ആക്രമണ പരമ്പരയാണെന്ന് IRGC. ഇസ്രായേലിലെ ടെൽ അവീവ് നോഫ് എയർബസ് ഹാരിക്കലിൽ ഇസ്രായേൽ ആർമിയുടെ കമാൻഡർ ആസ്ഥാന കേന്ദ്രം, പ്രതിരോധ വ്യവസായ സമുച്ചയം എന്നിവയും ആക്രമിച്ചു ഇറാൻ. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തെ പിന്തുണയ്ക്കാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾ ബ്രിട്ടൻ പങ്കെടുക്കില്ലെന്നും സ്റ്റാമർ. മേഖലയിൽ UK സൈനിക വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എങ്കിലും അത് പ്രതിരോധ നടപടി മാത്രമാണെന്നും പ്രധാനമന്ത്രി. ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് തുറന്നു പറയണമെന്നും ഇടതുപക്ഷം. ട്രംപിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് വലതുപക്ഷം. കോവിഡ് മഹാമാരിക്ക് ശേഷം ബ്രിട്ടനിലെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടും ജനങ്ങളുടെ ജീവിത തൃപ്തിയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്ത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ വ്യക്തിഗത ക്ഷേമ സർവേ അനുസരിച്ച് ശരാശരി ജീവിത തൃപ്തി കോവിഡ് മുമ്പുണ്ടായിരുന്ന ഉയർന്ന നിലയിലെത്താനായിട്ടില്ല എന്ന് റിപ്പോർട്ട്. ടെക്സസിലെ നിർണായകമായ ഡെമോക്രാറ്റിക് സെനറ്റ് പ്രൈമറി കോൺഗ്രസ് അംഗം ജാസ്മിൻ ക്രോക്കറ്റിനെ പിന്തുണച്ച് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. മാർച്ച് 3 ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി ക്രോക്കറ്റ് വോട്ട് അഭ്യർത്ഥിച്ചുള്ള കമലയുടെ ഫോൺ സന്ദേശം പുറത്ത്. ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും നിലയ്ക്ക് നിർത്താൻ ക്രോക്കറ്റിന് സാധിക്കുമെന്നും കമല ഹാരിസ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ ഷിയ വിഭാഗം നേതാക്കൾ. 3 ദിവസത്തെ ദുഃഖാചരണമെന്ന് ഷിയ നേതാവ് മൗലാന സയ്യിദ് ഖൽബത് ജവാദ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പരമപ്രധാനമായ പരിഗണന നൽകുന്നതിനാണ് തീരുമാനമെന്ന് എയർ ഇന്ത്യ. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രവേശിച്ച പാകിസ്ഥാൻ ഡ്രോണിന് നേരെ കരസേന വെടിയുതിർത്തു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 2ാം തവണയാണ് അതിർത്തിയിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്.
ഡ്രോൺ വഴി ആയുധങ്ങളോ ലഹരിമരുന്നോ താഴെയിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൈന്യം പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിൽ അതൃപ്തി അറിയിച്ച് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. മട്ടന്നൂരിൽ നിന്നും തന്നെ മാറ്റിയത് എന്തിനെന്നും 2 തവണ മത്സരിച്ചവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടല്ലോ എന്നും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയെ മത്സരരംഗത്തു നിന്നും മാറ്റി നിർത്തില്ല എന്ന് CPM. കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കും. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് സ്ഥാനാർത്ഥി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.